السلام عليكم ورحمة الله وبركاته. ചില കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മതഭ്രഷ്ട് സംഭവിക്കും, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഇർശാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് നമുക്ക് പറയാനുള്ളത്. أن يعزم مكلف مختار على الكفر في زمن قريب أو بعيد. ഒന്നാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരല്പം സമയം കഴിഞ്ഞ് ഞാൻ കാഫിറാകും എന്ന് ഒരാൾ ഉറപ്പിച്ച് വിശ്വസിക്കുക, അവൻ തീരുമാനമെടുക്കുക. മുക്കല്ലഫായ ഒരാൾ, പ്രായപൂർത്തിയെത്തിയ ഒരാൾ, ഞാൻ അടുത്ത ആഴ്ച കാഫിറാകും, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ കാഫിറാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച വരണ്ട, അപ്പം തന്നെ കാഫിറായി. ഔ യതറദ്ദദു ഫീഹി, അല്ലെങ്കിൽ അവനൊരു സംശയം, ഞാൻ ആയാൽ എന്താ ഇതായിട്ട് മുസ്ലിമായാലും കാഫിറായാലൊക്കെ കണക്കന്നെ എന്ന്, ഞാൻ അങ്ങോട്ട് പോയാൽ എന്താ എന്നിങ്ങനെ ഒരാൾ ചിന്തിച്ചു, സംശയിച്ചു. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ അവന് മതഭ്രഷ്ട് സംഭവിച്ചു പോയി. ഔ യുഅല്ലിഖുഹു ബിൽലിസാനി അw ഖൽബി അലാ ശൈഇൻ വലൗ മുഹാലൻ അഖ്ലിയൻ, ബുദ്ധിപരമായി ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനത്തെ ഒരു കാര്യത്തോട് ഒരാൾ കുഫറിനെ ബന്ധപ്പെടുത്തി സംസാരിച്ചു. അസംഭവ്യമായ ഒരു കാര്യം, ബുദ്ധിപരമായി അസംഭവ്യമായ ഒരു കാര്യമാണ്, ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ഇപ്പം രാത്രിയും പകലും ഒന്നിച്ചുണ്ടാവുക, ഉണ്ടാവില്ല. വെള്ളയും കറുപ്പും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് കാണൂല. അതൊക്കെ ബുദ്ധിപരമായ മുഹാലായ കാര്യങ്ങളാണ്. അങ്ങനെ അസംഭവ്യമായ ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തിയിട്ട് അവൻ സംസാരിച്ചു. അങ്ങനെ ഉണ്ടായാൽ ഞാൻ കാഫിറാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഫയക്ഫുറു ഹാലൻ, അപ്പോൾ തന്നെ അവൻ കാഫിറായി, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തായി. ഔ യഅ്തഖിദു മാ യൂജിബുഹു ഔ യഫ്അലുഹു, ഔ യഅ്തഖിദ മാ യൂജിബുഹു ഔ യഫ്അലുഹു ഔ യതലഫ്ളു ബിമാ യദുല്ലു അലൈഹി മഅ ഇഅ്തിഖാദിൻ ഔ ഇനാദിൻ ഔ ഇസ്തിഹ്സാഇൻ. നിർബന്ധമായ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യം, അതിനെ ഒരാൾ നിസ്സാരപ്പെടുത്തുക, എന്നാൽ അവന് മതഭ്രഷ്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അത് പരിഹാസത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ശത്രുതയുടെ പേരിലായിരിക്കാം, എന്തോ ആകട്ടെ. ഏതായിരുന്നാലും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യം, അതിന് നിസ്സാരം. എന്താ നിസ്കരിക്കാതെ കഴിഞ്ഞു, എന്താ നിസ്കാരം, നിസ്കരിക്കാതെ ഇപ്പം ഇത്രയും കാലം ജീവിക്കില്ല, എന്നിട്ട് എന്തേ പറ്റും, ഇനിയിപ്പോൾ ഏതായാലും അത്ര കാലമൊന്നും ജീവിക്കില്ല, ഇനിയിപ്പോൾ തട്ടിൽ മുക്കിയൊക്കെ അങ്ങ് പോയാൽ മതിയാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന കാര്യമാണ്. ഏതുപോലെ ആലം, ഈ ലോകം പണ്ടക്കും പണ്ടേ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടായതാണല്ലോ. അള്ളാഹു മാത്രമാണ് ഖദീം, ലോകത്ത് ബാക്കിയുള്ളതെല്ലാം ഹാദിസാണ്. അള്ളാഹു താല സൃഷ്ടിച്ചതല്ലാത്ത ലോകത്തൊന്നുമേ ഇല്ല, എല്ലാം ഹാദിസാണ്. അള്ളാഹു മാത്രമാണ് ഖദീം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നിർബന്ധമായ വിശേഷണങ്ങളിൽ മദ്രസ മുതൽ നമ്മൾ പഠിക്കണമല്ലോ. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളവനാണ് എന്നാണ്. നമ്മൾ ഉണ്ടായവരാണ്. അള്ളാഹു മൗജൂദൻ, അള്ളാഹു ഉള്ളവനാണ്, നമ്മൾ ഉണ്ടായവരാണ്. അതാണ് വ്യത്യാസം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വസ്തു പണ്ടക്കും പണ്ടേ ഉണ്ട്, ഇത് അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്ന രൂപത്തിൽ വിശ്വസിക്കുക, അത് അവൻ്റെ വിശ്വാസത്തിന് ഭംഗമേൽക്കുന്ന വിശ്വാസമാണ്.
അവിർ റൂഹി അല്ലെങ്കിൽ ആത്മാവ് പണ്ട് പണ്ടേ ഉള്ളതാണ്. ഔ ഹുദൂസ് അസ്വാനി, അല്ലെങ്കിൽ ഇതെല്ലാം നിർമ്മാണം നടത്തുന്ന അല്ലാഹു തആല, അതും അവനും ഉണ്ടായവനാണ്. അങ്ങനെ വിശ്വസിക്കുക. ഔ യംഫി മാ ഹുവ സാബിഖുൻ ലില്ലാഹി തആല ബിൽ ഇജ്മാഇ, അല്ലെങ്കിൽ നിസ്തർക്കമായി അംഗീകരിച്ച് പോരുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെ നിഷേധിക്കുക. കൽ ഇൽമി, അള്ളാഹുവിന് വിവരമില്ലെന്ന് പറയാം. വൽ ഖുദ്റത്തി, അള്ളാഹുവിന് കഴിവില്ലെന്ന് പറയുക. അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന വർത്തമാനം നമ്മുടെ വാക്കിൽ വന്നുപോയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. പലസ്തീനിൽ ഇങ്ങനെ ബോംബ് വീഴുമ്പം എന്താ ഇപ്പോൾ പഠിത്തവൻ എന്താ പണി, ഇങ്ങനെ കണ്ടില്ല കുറേ കുട്ടികൾ മരിക്കുന്നു, ഓനെന്താ അതൊന്നും കഴിവില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചു പോവുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. ഔ യഅ്തഖിദ വുജൂബ ഗൈരി വാജിബിൻ, അല്ലെങ്കിൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം നിർബന്ധമാണ് എന്ന് വിധിക്കുക, വിശ്വസിക്കുക. കസ്വലാത്തി സാദിസത്തിൻ, ആറാമത്തെ ഒരു നിസ്കാരമുണ്ട്. അഞ്ചത്തെ നിസ്കാരപ്പുള്ളത്, ആറാമത്തെ ഒരു നിസ്കാരം ഉണ്ട്, അത് ജനങ്ങൾ നിസ്കരിക്കുന്നില്ല എന്നങ്ങനെ വിശ്വസിക്കുക. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി വിശ്വസിക്കുക. വസൗമി ഗൈരി റമളാൻ, റമളാൻ അല്ലാത്ത മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നോമ്പ് നിർബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുക. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. ഔ യശുക്ക ഫീ തക്ഫീരിൽ യഹൂദി വൻ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ കാഫിര്യങ്ങളാണോ എന്നതിൽ ഒരാൾക്ക് സംശയം പ്രകടിപ്പിക്കുക. ഇസ്ലാം ഇവിടെ കടന്നു വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള മതമാണ് ജൂദായിസം. അതും കഴിഞ്ഞിട്ട് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം കടന്നു വന്നപ്പോൾ അന്ന് അള്ളാഹു അംഗീകരിച്ച മതമായിരുന്നു ക്രിസ്ത്യാനിസം. പക്ഷെ അതിൻ്റെ വാലിഡിറ്റി തീർന്നുപോയി. അവരൊക്കെ ആ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വർത്താനം ഉണ്ടായിരുന്നു, മുഹമ്മദ് നബി എപ്പോഴാണ് വരുന്നത് അന്ന് കെട്ടിക്കോണം, പിന്നെ നിങ്ങളുടെ പ്രബോധനം നിന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർ ഈ കെട്ടൊക്കെ കെട്ടി എടുത്തു വെച്ച് മുഹമ്മദ് നബി അംഗീകരിക്കുന്നതിന് പകരം ചില ആളുകൾ ജൂദായിസത്തിലും ക്രിസ്ത്യാനിസത്തിലും ഉറച്ചു നിന്നു. അത് ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അത് എക്സ്പയറായി. അതിന് പുറമെ ഇവിടുത്തെ മറ്റു മതക്കാരെ പോലെ അവർ ബിംബാരാധന തുടങ്ങി. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചു, കന്യാമറിയമിനെ ആരാധിച്ചു. ജൂതന്മാരും ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂല, അല്ലാത്ത ഏറ്റങ്ങളൊക്കെ ആരാധിക്കും. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അവരും നമ്മളെപ്പോലെ തന്നെയല്ലേ, അവർക്കെന്താ പ്രശ്നം, അവരെ വിശ്വാസത്തിന് കുഴപ്പമുണ്ടോ എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ മതഭ്രഷ്ട് സംഭവിച്ചവനായി. കാരണം നമ്മളും അവരും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ലല്ലോ. അള്ളാഹുവിൻ്റെ തൗഹീദിന് വിഘാതമാകുന്ന ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു വിശ്വാസം ഒരു മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫുഖഹാ പറയുന്നുണ്ട്, ഒരാൾ തൂണ് നിസ്കരിക്കുമ്പോൾ മറവാണല്ലോ, ഒരു തൂണ് മുമ്പിലാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ ആ തൂണിൻ്റെ നേരെ നിൽക്കരുത്, ഒന്നിരിക്കൊന്ന് ചെരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കണം, ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് മാറി നിൽക്കണം. അതിനെന്താ കാരണം പറഞ്ഞറിയാം, അത് പുറമെന്നൊരാൾ വരുമ്പോൾ ഓനെ തൂണിനാണ് സുജൂദ് ചെയ്യണമെന്ന് ഇപ്പോൾ ധരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തൂണിൽ നിന്നൊരൽപ്പം ഒന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ചെരിഞ്ഞ് നിസ്കരിക്കുന്നത് സുന്നത്താണെന്ന് നാം അറിയും വേണം. അത്രത്തോളം തൗഹീദിൻ്റെ കാര്യത്തിൽ കർശനമാണ് ഇസ്ലാം. അല്ലെങ്കിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുക, ബിംബത്തിന് സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ സൂര്യന് സുജൂദ് ചെയ്യുക, അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. ഊണൂൽ വേഷം ധരിച്ചുകൊണ്ട് കനീസകളിലേക്ക് പോവുക, ചർച്ചകളിലേക്ക് പോവുക, ക്രിസ്ത്യാനികളുടെ വേഷം ധരിച്ച് അവരെ പള്ളിയിൽ പോവുക, ജൂതന്മാരെ വേഷം ധരിച്ച് അവരെ പള്ളിയിൽ പോവുക, ഹിന്ദുക്കളുടെ വേഷം ധരിച്ച് അവരുടെ ആരാധനാലയങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോവുക. കേവലം ഒരു പോക്കല്ല, അവരുടെ വേഷം ധരിച്ചു പോവുക. അത് ആ മതത്തെ വാരിപ്പുണരുന്നതിൻ്റെ ഒരു ഭാഗമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താവും.
أو يلقي ورقة فيها شيء من القرآن أو العلم الشرعي بسم الله تعالى أو اسم نبي أو ملك في مستقدر. അള്ളാഹുവിൻ്റെ പേരുള്ളത്, നബിമാരുടെ പേരുള്ളത്, മലക്കുകളുടെ പേരുള്ളത്, അല്ലെങ്കിൽ ഇൽമ എഴുതിയ കടലാസ്, ഖുർആൻ എഴുതിയ കടലാസ് ഏതെങ്കിലും അഴുക്കുകളിൽ കൊണ്ടുപോയിടുക. ചിലപ്പോൾ ശുദ്ധിയുള്ളതായിരിക്കാം. ഏതുപോലെ ഒരാൾ തുപ്പലിൽ കൊണ്ടുപോയിട്ടു. തുപ്പലിപ്പോൾ നിരസൊന്നുമല്ല, പക്ഷെ എന്നാലും അത് മ്ലേച്ഛമാണ്. ഖുർആൻ എഴുതിയ ഒരു കടലാസ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു കിടക്കട്ടെ എന്ന് വിചാരിച്ച്, അത് നമ്മൾ ഈമാൻ്റെ കുറവാണ്. വളരെ ശ്രദ്ധിക്കണം. ഒരു ഖുർആൻ നരസിൽ വീഴുമ്പോൾ ഒന്നും ഉണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല. അല്ലോ ഖുർആനാണല്ലോ ഇത്. അപ്പോൾ അവിടെ ഒന്നുവിൻ്റെ പ്രശ്നമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഖുർആനുള്ളത്. അപ്പോൾ അതെടുത്തവിടെ മാറ്റണം. അപ്പോൾ നരസായ ഒരു സ്ഥലത്ത് ഖുർആൻ എഴുതിയ ഒരു കടലാസ്, അല്ലെങ്കിൽ ഇൽമ എഴുതിയ ഒരു കടലാസ്, ഒരു മലക്കിൻ്റെ, നബിയുടെയോ അള്ളാഹുവിൻ്റെയോ പേരെഴുതിയ കടലാസ് എവിടെയെങ്കിലും അശണ്ടകളിൽ കൊണ്ടുപോയിടുക, വൃത്തികേടുകളിൽ കൊണ്ടുപോയിടുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാവും. അല്ലെങ്കിൽ അത് പുരട്ടുക. ഔ മസ്ജിദൻ ബിനജസിൻ വലൗ മഅഫൂൻ അൻഹു, മാപ്പ് ചെയ്യപ്പെടുന്ന നജസാണെങ്കിൽ പോലും പള്ളിയിൽ പുരട്ടുക, അത് ഹറാമാണ്. മാപ്പ് ചെയ്യുന്ന നജസാണ്, ബോധപൂർവം പള്ളിയിൽ നജസ് വെച്ച് ചെയ്യരുത്. ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. നബിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരാളെക്കുറിച്ച് നബിയാണോ എന്ന് സംശയിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. ഈസാ നബി എന്ന് പറയുമ്പോൾ അങ്ങനെ നബിയൊന്നുമില്ല, ഇനി അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന് പറയാം. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഔ ഫീ ഇൻസാലി കിതാബിൻ കദാലിക കത്തൗറാത്തി വൽ ഇൻജീലി വസബൂഇ ദാവൂദ വസുഹ്ബി ഇബ്രാഹീമ. അല്ലാഹു തആല മുൻഗാമികളായ പ്രവാചകന്മാർക്ക് കൊടുത്ത ഏതെങ്കിലും കിതാബുകളെ നിഷേധിക്കുക. തൗറാത്ത് അതൊക്കെ ആൾക്കാർ കച്ച കെട്ടി ഉണ്ടാക്കിയ വർത്താന. അങ്ങനെ തൗറാത്തുമില്ല, ഇൻജീലുമില്ല, സബൂറുമില്ല, ഇബ്രാഹിം നബി കേടുമില്ല. അങ്ങനെ നിഷേധിച്ചു. ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. ഔആയത്തൻ മിനൽ ഖുർആനി മുജ്മഅൻ അലൈഹാ കൽ മുഅവ്വിദത്തൈനി. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇത് ഖുർആനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനത്തെ ഖുർആനാണെന്നറിയപ്പെട്ട ഒരു സൂറത്തോ ഒരു ആയത്തോ ഒരാൾ നിഷേധിച്ചു. അതൊന്നും ഖുർആനല്ല കേട്ടോ. ആര് പറഞ്ഞത് ഖുർആനാണെന്ന്? അത് ഖുർആനല്ല, ഞാൻ കേൾക്കൂല ഖുർആനാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. ഔയുങ്കിറ വുജൂബ വാജിബിൻ, വാജിബായ ഒരു കാര്യത്തെ ഒരാൾ നിഷേധിച്ചു. നിസ്കാരം നിർബന്ധമല്ല, നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ചേകന്തൂർ മൗലവി 3 റക്അത്തെ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്, 3 വക്ത്. അദ്ദേഹം ആ വാദത്തോടുകൂടെ കാഫിറായി. അതുപോലെ ഔ നദബ മൻദൂബിൻ, സുന്നത്തായ ഒരു കാര്യത്തിൻ്റെ സുന്നത്തിനെ നിഷേധിച്ചു. സുന്നത്തായ കാര്യ പള്ളിയിൽ തഹയ്യത്ത് നിസ്കരിക്കല്. അപ്പം പറഞ്ഞു എന്ത് സുന്നത്ത്, അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി, അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. സുന്നത്തായ ഒരു കാര്യത്തെ നിഷേധിച്ചു. ഔ തഹരീമ ഹറാമിൻ, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യത്തിൻ്റെ നിഷേധത്തെ ഒരാൾ നിഷേധിച്ചു. കള്ളു കുടിക്കൽ ഹറാമാന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞതൊക്കെ? അങ്ങനെ ഔ തഹലീല ഹലാലിൻ ഉജ്മഅ അലൈഹ, ഉറപ്പാണ് ഹലാലാണെന്ന കാര്യത്തിൽ എല്ലാവർക്കും തർക്കമില്ലാതെ തുടരുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ഹലാലിനെ നിഷേധിച്ചു. വലിമ മിനദ്ദീനി ദറൂറത്തൻ, ദീനില്ലത് പരസ്യമായി അറിയപ്പെട്ട വിഷയവുമാണ്. ഏതുപോലെയൊക്കെ റക്അത്തുൻ മിൻ ഇഹ്ദൽ മക്തൂമാത്തി, ഫർദ് നിസ്കാരത്തിൽ നിന്നുള്ള ഒരു റക്അത്തിനെ ഒരാൾ നിഷേധിച്ചു. മഗ്രിബ് നിസ്കാരം 2 ഉള്ളൂ, ദുഹർ നിസ്കാരം 3 ഉള്ളൂ. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അതുപോലെ സൗമ്യ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് നിഷേധിച്ചു. എന്ത് നോമ്പ്? ആര് പറഞ്ഞു നോമ്പ്? വക്കറവാത്തിബി, സുന്നത്ത് നിസ്കാരങ്ങൾ നിഷേധിച്ചു. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയാം. അതിനെ ഒരാൾ നിഷേധിച്ചു. വസലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരം നിഷേധിച്ചു. വകശുറുബിൽ ഖംറി, കള്ളുകുടിയെ നിഷേധിച്ചു. കള്ളുകുടിക്കൽ ഹറാമൊന്നുമല്ല, അതൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയതാ. അല്ല, അള്ളാഹുവിൻ്റെ ദീനിൽ അങ്ങനെ നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളുകുടി, ഹറാമായ കള്ളുകുടിയെ ഒരാൾ നിഷേധിച്ചു. വസ്സിന, സിനയെ നിഷേധിച്ചു. വല്ലിവാത്തി, ഗുദബോധത്തെ നിഷേധിച്ചു. വവത്ഇൽ ഹൈലി, ഹൈലുകാരിയെ സംസർഗം ചെയ്യൽ ഹറാമാണ്. ആര് പറഞ്ഞത്? അതിനെ നിഷേധിച്ചു, ഹറാമായ കാര്യത്തെ.
വൈദായി മുസ്ലിമിൻ, അതുപോലെ മുസ്ലിമിനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക. എന്നിട്ടോ അത് തെറ്റല്ല എന്നാ പറയുന്നത്. വാഖിദി മക്സിൻ, ചുങ്കം മേടിക്കുക, അതിനെ നിഷേധിച്ചു. വരിബ, പലിശയെ നിഷേധിച്ചു. വരിശുവത്തിൻ, അതുപോലെ കൈക്കൂലിയെ നിഷേധിച്ചു. വസലാത്തിൻ ബിലാ വുദൂഇൻ, വുദൂ ഇല്ലാതെ നിസ്കരിക്കുക, ഇസ്ലാമിൽ നിന്ന് പുറത്താകും. വുദൂ ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ വക്കൽ ബൈഇ വൻ നിക്കാഹി, ബൈഇ, നിക്കാഹ് പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഹലാലായ കാര്യങ്ങളാണല്ലോ, അതിനെ നിഷേധിച്ചു. ഖുർആൻ, അല്ലെങ്കിൽ ഖുർആനിന്റെ അമാനുഷികതയെ നിഷേധിക്കുക. ഖുർആനിന്റെ അമാനുഷികതയാണ് നബിതങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും ഒരുപാട് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മുഅ്ജിസത്തൊന്നും ഇപ്പം മുഅ്ജിസത്തല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി ഇപ്പോഴുണ്ട്. പക്ഷെ അതിട്ടാ വടി പാമ്പാകുമോ? ഇല്ല. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം എന്ന പാറ ഇപ്പോഴും ഉണ്ട്. ഇനിയൊരു ഒട്ടകം എന്ന് വരുമോ? ഇല്ല. ആ മുഅ്ജിസത്തൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൽ ഇപ്പോഴും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. ഈ ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം പോട്ടെ, ഒരു ചെറിയ ഇന്ന ആയത്തൊയിനാക്കൽ കൗസർ എന്ന് പറയുന്ന ചെറിയ സൂറത്തുണ്ടല്ലോ, അതുപോലത്തെ ഒരു 3 ആയത്തുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇത് അറബി അറിയാത്തോണ്ടാ. ഖുർആന് വേണ്ടിയിട്ട് ഖുർആന് പോലെ ഗ്രന്ഥം എഴുതാൻ നോക്കിയ ആളുകളുണ്ടായിരുന്നു. അൽഫീൽ മൽഫീൽ ലഹു ദനബുൻ തവീൽ, ഒരാൾ സൂറത്ത് ഉണ്ടാക്കിയതാണ്. അൽഫീലു മൽഫീൽ, ആന. എന്താണ് ആന എന്ന് ഞങ്ങൾ വിചാരിച്ചത്? ലഹു ദനബുൻ തവീൽ, അതിന് വലിയ വാലുണ്ട്. വലിയ വാല, ചെറിയ വാലല്ല. ഓ, ഞാനത് സജ് ഒപ്പിച്ചുകൊണ്ട് അതിൻ്റെ വരി ഒപ്പിച്ചുണ്ടാക്കിയതാണ്. ആശയം മനസ്സിലാക്കിയില്ല, ഫ്ലോപ്പായി. അതിനോട് മത്സരിക്കാൻ ലോകത്ത് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞുകൊണ്ടുവരുന്നത് ഖുർആനിന്റെ അമാനുഷികതയാണ് ലോകത്തെ ഏറ്റവും. അല്ലാഹു തആല മുൻകാലത്ത് കഴിഞ്ഞ എല്ലാ അമ്പിയാക്കളുടെ മുഅ്ജിസത്തും കറാമത്തായി ഔലിയാക്കൾക്ക് കൊടുക്കാനാണ്. പക്ഷേ അവിടെ ഒരു ഇസ്തിത്നാഉണ്ട്. മാറ്റി നിർത്തപ്പെട്ട ഒറ്റ മുഅ്ജിസത്താണ് ഇല്ലൽ ഖുർആൻ. ഖുർആൻ പോലെ ഒരു വലിയനും അല്ലാഹു തആല നൽകൂല. ഏത് മനുഷ്യൻ മരിച്ചാൽ അതിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന വലിയ മുഅ്ജിസത്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ആ മുഅ്ജിസത്ത് ഒരു വലിയന് കൊടുക്കാം. ഉദ്ദേശിച്ചത് കോഴി അണിയിപ്പിച്ച കഥയൊക്കെ നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ അമാനുഷികതയാണ് അതിലേറ്റവും വലിയ മുഅ്ജിസത്ത്. അറബികൾക്കാണ് ഖുർആൻ ഇറങ്ങിയത്. പക്ഷെ എന്നിട്ടും ആ ഖുർആനിനോട് സമാനമായ ഒരു ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു ഇല്ല. ഇന്നും ഖുർആനിനെ വിമർശിക്കുന്ന ഇടമറകിൻ്റെ തൊഴിലാളികളായ ആളുകളിവിടുണ്ട്. സനൽ ഇടമറകുണ്ട്, നിരീശ്വരവാദികൾ എമ്പാടുണ്ട്. ഇസ്ലാമിനെ കുറ്റം പറയും, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പൊലിപ്പിക്കുക എന്നല്ലാതെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള എത്രയോ പ്രവചനങ്ങൾ, ഭവിഷ്യൽ പ്രവചനങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അമാനുഷികതയാണ്. കുറേ പറയാനുണ്ട്, ഇപ്പം നമ്മൾ നിർത്തുക. ഔ സുഹബത്ത അബീ ബക്കറിൻ, റസൂലുള്ളാഹി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹബത്തിനെ, സഹാബിയല്ല എന്ന് പറഞ്ഞു ഒരാൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹാബിയല്ല. ഷിയാ വിശ്വാസക്കാരിൽ ഒരു വിഭാഗം കാഫിരീങ്ങളാണ്. ഗൾഫിൽ പോയ ആളുകൾക്കറിയാം, ഷിയാക്കാർ പല ഗ്രൂപ്പുണ്ട്, ഒരുപാട് ഗ്രൂപ്പുണ്ട് ഷിയാക്കാർ. വിശുദ്ധമായ കാബാലയത്തെ പോലെ ഒരു കാബയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഷിയാക്കാരിൽ. അവർക്ക് പ്രത്യേകമായ ബുഖാരി, പ്രത്യേകമായ ഖുർആൻ, പ്രത്യേകമായ എല്ലാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹബത്തിനെ ചോദ്യം ചെയ്യുന്ന ഷിയാക്കാരുണ്ട്, ഒരു കാഫിരീങ്ങളാണ്. അവരുടെ വിശ്വാസം ആദ്യം ഖലീഫയാകേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് ആയിരുന്നു. അല്ല, റസൂൽ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കേണ്ട നുബുവത്ത്
യഥാർത്ഥത്തിൽ നൽകേണ്ടത് അലിയാർക്കായിരുന്നു. ജിബ്രീലിന് പഴച്ചു പോയിന്നാണ്. അത് അലിയാർക്ക് കൊടുക്കേണ്ടത് മുഹമ്മദിനെ പുകഴ്ത്തി എന്നാണ് മുമ്പരവാദം, കൊലവാദം. അവർ കാഫിര്യങ്ങളാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബി അല്ല. അലിയാരോടൊന്നുള്ള സ്നേഹം മൂത്തിട്ട് സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം പറയും സ്വഹാബിയൊന്നും അല്ല എന്ന് പറയുന്നവരുണ്ട്. അവരും കാഫിര്യങ്ങളാണ്. അവിൽ ബഅസ, അല്ലെങ്കിൽ ഒരാൾ പുനർജന്മത്തെ നിഷേധിച്ചു. ഈ ഒരു ലോകം തന്നെ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, ഇങ്ങനൊരു മഹ്ശറയൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിൽ ജന്നത്ത, അല്ലെങ്കിൽ സ്വർഗത്തെ നിഷേധിച്ചു. അവിന്നാറാം നരകത്തെ നിഷേധിച്ചു. കാഞ്ഞുക്കദ്ദിബ നബിയൻ, ഒരു നബിയെ കളവാക്കി. ഔ യസ്തഖിഫ ബിഹി, അല്ലെങ്കിൽ ഒരു നബിയെ നിസ്സാരമാക്കി. ഔ ബി മലക്കിൻ, അല്ലെങ്കിൽ ഒരു മലക്കിനെ നിസ്സാരമാക്കി. ഔ യസുബ്ബുഹുമാ വലൗ തഅരീലൻ, സൂചനാപരമായിട്ടെങ്കിലും അവരെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഔ യക്ദിബ ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലെങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പുരാതി പറഞ്ഞു, വിചാരോപണം നടത്തി. ഔ യദ്ദഇ നബുവ, അല്ലെങ്കിൽ ഞാൻ നബിയാണെന്ന് വാദിച്ചു. ഔ യുസദ്ദിഖ മുദ്ദഇഹാ, അല്ലെങ്കിൽ അത് വാദിക്കുന്ന ആളെ അംഗീകരിച്ചു, ഇസ്ലാമെന്ന് പുറത്താവും. വക്കായർലാബിൽ കുഫ്രി, ഒരാൾ കുഫർ കൊണ്ട് ഇഷ്ടപ്പെട്ടു. ഏതുപോലെ കൈക്കറാഹി മുസ്ലിമിൻ അലൈ, നീ കാഫിറാവടാ എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിർബന്ധിപ്പിച്ചു. കാഫിറാകാൻ മറ്റൊരാളോട് നിർബന്ധിപ്പിക്കുമ്പോൾ അവൻ അപ്പം തന്നെ കാഫിറായി. ഔ ഇശാറത്ത് അലൈഹി ബി, അല്ലെങ്കിൽ കുഫർ കൊണ്ട് അവൻ്റെ മേലിൽ ഇശാറത്താക്കി. ഔ ഇശാറത്ത് അലാ കാഫിരിൻ ബി അല്ലാ യുസ്ലിമ, അല്ലെങ്കിൽ ഒരു മുസ്ലിം കാഫിറായ ആൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നപ്പോൾ അവനോട് പറഞ്ഞു മുസ്ലിം ആകണ്ടായിരുന്നു. ഈ മുസ്ലിമായിട്ട് എന്താ കാര്യം? ഒരുപാട് മുസ്ലിങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, അവരെ കൊണ്ട് ഇടങ്ങേറാവുക. ഇപ്പം മുസ്ലിമൊന്നും ആവണ്ടായിരുന്നു. നോൻ കാഫിറായി. അവനോട് മുശാവറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിരിക്കെ തന്നെ അവൻ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചൊല്ലിത്തരൂല എന്ന്. മുസ്ലിമായിട്ട് കാര്യമില്ല, എനിക്ക് ചൊല്ലിത്തരൂല. അവൻ്റെ ഇസ്ലാമിനെ നിഷേധിച്ച ഇവൻ കാഫിറായി, അപ്പം തന്നെ കാഫിറായി. എനിക്ക് ഇസ്ലാം കലിമത്ത് ഷഹാദത്ത് ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു കുറച്ചേരം നിൽക്ക്, ഞാൻ ഏതായാലും പോയിട്ട് വരട്ടെ, എന്നിട്ട് ചൊല്ലിത്തരാം. ചെയ്യരുത്, അപ്പം ചൊല്ലി കൊടുക്കണം. അത് കിട്ടിയ ഒരു ചാൻസാണോ, എങ്ങനെയോ ജീവിക്കട്ടെ, അത് വേറെ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിയുറക്കം വിശ്വസിച്ചു പോയി. കർമ്മ കൊണ്ടൊക്കെ മോശമാണ്, എന്നാലും അവന് സ്വർഗം കിട്ടും ഒരു കാലത്ത്, സംശയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാളുടെ മനസ്സിലുണ്ട്. അയാൾ ചിലപ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നേരത്തെ സ്വർഗത്തിൽ പോവാം, അല്ലെങ്കിൽ അള്ളാഹു തആല അയാൾക്ക് ശിക്ഷ കൊടുത്തിട്ട് അവസാനം ആ പ്യൂരിറ്റിയുള്ള വിശ്വാസമുള്ളത് കൊണ്ട് ഒരു നാൾ അയാൾ സ്വർഗത്തിൽ പോകും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഓഞ്ഞിപ്പോൾ അങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്ന് വിചാരിക്കണ്ട. എനിക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കല്ലേ, ബാക്കിയൊക്കെ ആളല്ല. ഔ യുജവ്വിസ ബിഅസത നബിയ്യിൻ ബഅദ നബിയ്യിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിക്ക് ശേഷം പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ ഒരാൾ വിലയിരുത്തുക, അത് മതഭ്രഷ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അഹ്മദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ മുസ്ലിങ്ങളിൽ, മുസ്ലിങ്ങളുടെ പേരിൽ ജീവിക്കുന്നവർ. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആള്, പഞ്ചാബുകാരൻ, അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുകയും ഇനിയും പ്രവാചകന്മാരുണ്ടാകാം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അഹ്മദിയാക്കൾ. പേരൊക്കെ മുസ്ലിങ്ങളുടേതാണെങ്കിലും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ലോക മുസ്ലിങ്ങൾ വിലയിരുത്തുകയും മക്കയും മദീനയും അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരാണ് അഹ്മദിയാക്കൾ. ഇവിടെ ഈ കൊല്ലത്ത് ഒരു പള്ളിയുണ്ട്, ഹയാത്തുണ്ടോയെന്നറിയില്ല, കോഴിക്കോട്
ആലപ്പുഴയുണ്ട്, കരുനാഗപ്പള്ളിയുണ്ട്. കരുനാഗപ്പള്ളിയിൽ കിഴക്ക് മാറി ചെറിയൊരു പള്ളിയുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ പത്തപ്പെരിയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. കോഴിക്കോട് ടൗണിനോട് കേന്ദ്രീകരിച്ച് കുറച്ച് സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ട്. അവർ ലോകത്തുള്ള എല്ലായിടത്തെയും അഹമ്മദിയാക്കൾക്ക് ഒരു ഇമാമ് വേണം. ആ ഇമാമ് പഞ്ചാബിന് നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനെ ടി വിയിലൂടെ അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് അവർ നിസ്കരിക്കും. അതാണ് അവരുടെ ഖലീഫ. അങ്ങനെ കാലാകാലം ഒരു ഇമാമ് വേണം എന്നൊക്കെ ഉള്ള ഒരാശയമൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം വളരെ ബാലിശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന പ്രവാചകൻ എന്ന ആ വിശേഷണം അംഗീകരിക്കാത്തത് കൊണ്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അവരെക്കുറിച്ച് വിലയിരുത്തിയത് അവർ കാഫിറുകളാണ് എന്നാണ്. അങ്ങനെ നമ്മൾ ഓതുന്ന ഖുർആനും ഹദീസൊക്കെ അവർക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ വിശ്വാസം അവർക്കില്ല. അതുകൊണ്ട് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള രാജ്യം പോലും അവർക്ക് നിഷിദ്ധമാണ്, അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ കാരണം റസൂലുള്ളാഹിന്റെ അവസാന പ്രവാചകൻ എന്ന വിശേഷണം അവർ അംഗീകരിച്ചില്ല. അതുപോലെ ഒരു നബിയേക്കാൾ വലിയ സ്ഥാനം ഒരു വലിയന് കൊടുക്കുക, അതും മതഭ്രഷ്ട് സംഭവിക്കാനുള്ള കാരണമാണ്. അതുപോലെ ഞാൻ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാം. അള്ളാഹുവിനെ കാണാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതിന് ഒരാൾ മാത്രമേ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ളൂ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കാലം കാണണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി സ്വലാം. പടച്ചോനെ, എനിക്ക് എന്നെ കാണാൻ വലിയ താല്പര്യമുണ്ട്, ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ അള്ളാഹു തആല കുറേ പറഞ്ഞു, മൂസ അങ്ങനെ കാണാൻ കഴിയില്ല, അതിന് മാത്രമുള്ള ശക്തിയില്ല. അപ്പോൾ പറഞ്ഞു, എന്നാലും ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറാൻ പറഞ്ഞത്. ചെരുപ്പൊക്കെ കയറി, നല്ല ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നല്ല മട്ടത്തിൽ അങ്ങ് കയറിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ നൂറ് തജല്ലി പ്രകടമായപ്പോൾ അള്ളാഹിൻ്റെ പ്രകാശം മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും മുറ്റ് ബോധരഹിതനായി വീണു. പിന്നെ ബോധം തെളിഞ്ഞാൽ പറഞ്ഞു, പടച്ചോനെ, ഇത്ര ശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലെന്ന്, സോറി, എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ അവസരം കൊടുത്ത ഒരേ ഒരാളേ ഉള്ളൂ. ആഖിറത്തിൽ പോകുമ്പോൾ കാണും. ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമത്തി കമാ തറൗന ലൈലത്തൽ ബദ്രി. ഇന്ന് നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ ആഖിറത്തിൽ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ദുന്യാവും തന്നെ ഞാൻ അള്ളാഹിനെ കണ്ട് എന്നൊരാൾ പറയാം, നമ്മ ഇസ്ലാമിനൊന്ന് പുറത്താണ്. ഔ കല്ലമഹു ശിഫാഹൻ, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചു ഞാൻ അള്ളാഹുമായിട്ട്. അല്ലെ, ഇമാം കുടുംബത്തിലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. തലക്ക് വെടിവില്ലാത്ത ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഔ അന്നല്ലാഹ യഹുല്ലു ഫീ സൂറത്തിൻ ഹസനത്തി, അല്ലെങ്കിൽ അള്ളാഹു തആല ഏതെങ്കിലും രൂപത്തിൽ ഇറങ്ങും എന്ന് വിശ്വസിക്കുക. അത് മതഭ്രഷ്ട സംഭവിക്കാൻ കാരണമാണ്. ഔ അന്നഹു യുത്ഇമുഹു വയസ്ഖീഹി, എനിക്ക് നേരിട്ട് അള്ളാഹു തആല ഭക്ഷണം തരുന്നു, വെള്ളം തരുന്നു എന്ന് പറയാം. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വെള്ളം അള്ളാഹു നേരിട്ട് എനിക്ക് ഭക്ഷണം തരികയാണ്, വെള്ളം തരികയാണ് എന്ന് പറയാം. എല്ലാവർക്കും അള്ളാഹു തന്നെയാണ് നൽകുന്നത്. പക്ഷേ അതിന് മധ്യവർത്തികളുണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ആലമുൽ അസ്ബാബാണ്, കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് ഇവിടെ. ഇന്നത് ചെയ്താലേ ഇന്നത് കിട്ടുള്ളൂ, ഇന്നത് ചെയ്താലേ ഇന്നത് കിട്ടുള്ളൂ എന്ന് അള്ളാഹു തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളെ ചിലതിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മുറിക്കണം എന്നുണ്ടെങ്കിൽ കത്തി തന്നെ വേണം. അള്ളാഹു തആല ഈ ലോകത്ത് വെച്ചൊരു സംവിധാനം, കത്തി ഉണ്ടായാലേ മുറിക്കാൻ പറ്റുള്ളൂ, മുറിച്ചുള്ള സാധനം വേണം, എന്നാലേ മുറിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഓരോരോ സംഗതികൾക്ക് അള്ളാഹു തആല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിനോട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ചെയ്താൽ അതുണ്ടാവും, അത് ചെയ്താൽ ഇതുണ്ടാവും, ഇത് ചെയ്താൽ അതുണ്ടാവും. അതാണ് ഈ ലോകത്തിന് ആലമുൽ അസ്ബാബ് എന്ന് പേര് വെച്ചത്.
അപ്പോൾ അല്ലാഹു തആല നേരിട്ട് ഒരാൾക്കും ഭക്ഷണം കൊടുക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് മധ്യവർത്തികളുണ്ട്. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് പടച്ചവൻ നേരിട്ട് ഭക്ഷണം തരികയാണ്, അവനാണ് വെള്ളം കൊണ്ടുവരുന്നത്, അവനാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തായി. ഔ അസ്ഖതഅൻഹു തമ്മീസ ബൈനൽ ഹലാലി വൽ ഹറാമി, ഹറാമ് ഹലാല് എന്ന വേർതിരിവൊന്നും എനിക്ക് ബാധകമല്ല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മതഭ്രഷ്ട് സംഭവിച്ചു പോയി. ഔ അന്നൽ അബ്ദ യസിലു ഇലല്ലാഹി മിൻ ഗൈരി ത്വരീഖിൽ ഉബൂദിയ്യ, അടിമത്വത്തിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളുണ്ട്. ഇതനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതൊന്നും അല്ലാത്തൊരു മാർഗം ഇവിടെ ഉണ്ട്, അതൊന്നും ജനങ്ങൾക്കറിയില്ല എന്നൊരാൾ വിശ്വസിക്കുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. തക്ലീഫെല്ലാം എനിക്ക് ഒഴിവായ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുക. എനിക്ക് ഹറാമും ഹലാലൊന്നുമില്ല, ഞാൻ അള്ളാഹനങ്ങട്ട് ധ്യാനിച്ച് ഞാനിപ്പോൾ അള്ളാഹിൻ്റെ തൊട്ടടുത്ത ആളാണ്, എനിക്ക് ഹറാമും ഹലാലൊന്നും ബാധകമല്ല എന്ന് പറയാം. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സംഗതിയാണ്. അതുപോലെ വഖദായ ഖുറുമൻ സഖിറ ബിസ്മില്ലാഹി തആല ഔ നബിഹി ഔ അംരിഹി ഔ നഹിഹി ഔ അദിഹി, അള്ളാഹുവിൻ്റെ പേരിനെയോ നബിയുടെ നാമത്തെയോ അള്ളാഹുവിൻ്റെ കൽപ്പനയെയോ അള്ളാഹുവിൻ്റെ വിരോധനയെയോ അള്ളാഹുവിൻ്റെ താക്കീദിനെയോ ഭീഷണിപ്പെടുത്തുക. നിസ്കാരം നിർബന്ധമാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ കിടക്കുമെന്ന് പറയുമ്പോൾ പറയാം, എന്ത് നരകം, ആരാ ഇതൊക്കെ പറഞ്ഞത്? അത് അള്ളാഹുവിൻ്റെ കൽപ്പനയെ കൊച്ചാക്കലാണ്, കളിയാക്കലാണ്, നിസ്സാരപ്പെടുത്തലാണ്. അള്ളാഹുവിൻ്റെ നാമത്തെ നിസ്സാരപ്പെടുത്തി, അല്ലെങ്കിൽ നബിതങ്ങളുടെ നാമത്തെ നിസ്സാരപ്പെടുത്തി. ഔ സഖറ ഇസ്മല്ലാഹി ഔ സിഫതൻ അല്ലാഹു മലിയൻ, അള്ളാഹുവിൻ്റെ പേരിനെയോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിക്കുക, ചെറുതായി കാണുക. ഔ ഗയ്യറ ശൈഅൻ മിനൽ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തി. ഔ സാദ കലിമത്തൻ ഫീഹി മുഅ്തഖിദൻ അന്നഹാ മിൻഹു, ഖുർആനിൽ പെട്ടതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു അക്ഷരമെങ്കിലും ഒരു കലിമത്തെങ്കിലും അതാ ഖുർആനിൽ കൂട്ടിക്കൊടുക്കുക. ഔ ബസ്മല ഇൻദ ശുർബി ഖംറിൻ ഔ സിനൻ ഇസ്തിഗ്ഫാറൻ ബിസ്മില്ലാഹ്, കള്ള് കുടിക്കുകയാണ്. അപ്പോൾ കള്ള് കുടിക്കുകയാണ്, ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, എന്നിട്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലി കള്ള് കുടിച്ചു. ബിസ്മില്ലാം പാടുന്നില്ല, ഹറാമായ കാര്യത്തിന് ബിസ്മില്ലാം പാടുണ്ടോ? ഇല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങയെ സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. അതിന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് വായിക്കാൻ പറ്റുന്നതേ വായിക്കാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാത്തിനും ബിസ്മി എല്ലാം പാടില്ല, നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചെല്ലാം, അല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ബിസ്മി ചെല്ലൽ ഹറാമാണ്. അത് അള്ളാഹുവിൻ്റെ പേരിനെ കൊച്ചാക്കലാണ്. അത് കൊച്ചാക്കുക, നിസ്സാരമാക്കുക എന്ന അർത്ഥത്തിൽ വ്യഭിചരിക്കുമ്പോഴോ അല്ലെങ്കിൽ കള്ളുകുടിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലി ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാരണമാണ്. ഔ ഖാല, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ലൗ അമറനീ അല്ലാഹു വറസൂലുഹു ബികദാ ലം അഫ്അൽഹു, ഇനി അള്ളാഹു തന്നെ നേരിട്ട് പറഞ്ഞാലും ശരി ഞാനത് ചെയ്യൂല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആ വാക്കുകൊണ്ട്. അള്ളാഹു റസൂലിന് നേരിട്ട് ഇറങ്ങി എന്നോട് പറഞ്ഞാലും ഞാനത് ചെയ്യൂല എന്നാണ്. ഇതൊക്കെ ചില സാധാരണക്കാരായ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് അത് ചെയ്യില്ല കേട്ടോ ഉസ്താദേ, അതെന്താ ഞാൻ ഇനിയിപ്പോൾ അന്ന് തന്നെ നേരിട്ട് വന്നാലും ശരി ഞാനത് ചെയ്യൂല. അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഔ ഇന്നഹു ലൗ അഅതാനിൽ ജന്ന മഅ ദഖൽതുഹാ ഇസ്തിഖ്ഫാഫൻ വ ഇനാദൻ,
ഒരാൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് സ്വർഗം തന്നാലും എനിക്ക് സ്വർഗമൊന്നും വേണ്ട. ആർക്കാ സ്വർഗം വേണ്ടത്? മാത്സര്യ ബുദ്ധിയോടെയോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടോ പറഞ്ഞു, എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല. ഞാൻ എത്ര വലിയ അസ്വസ്ഥത ഉള്ളതാണ്, രോഗിയാണ് ഞാൻ, ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, എന്നിട്ട് നിസ്കരിക്കാത്ത എന്നെ അള്ളാഹു തആല ശിക്ഷിക്കുകയാണെങ്കിലോ വലിയ ക്രൂരനാണ് എന്ന് ഒരാൾ പറഞ്ഞു. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. ഔലോ ഷഹിദ ഇൻദീ നബിയ്യുൻ ഔ മലക്കുൻ മാ സദ്ദഖ്തുഹു. ഒരു നബിയോ ഒരു മലക്കോ എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഔ ഖാലൽ മുഅദ്ദിനു യക്ദിബു ഔ സൗത്തുഹു കൽ ജറസി. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ എന്താണ് ചങ്ങായി പറയുന്നത്, പച്ചക്കുള്ള, അല്ലെങ്കിൽ അത് ഒരു മണിനാദം പോലെ ഒരു ശബ്ദം എന്നല്ലാതെ ആരാ അതിനൊക്കെ വില കൊടുക്കുന്നത്? ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരം നിർത്തൂലേ? അപ്പോൾ സംസാരം നിർത്തുന്നില്ല, അത് ബാങ്ക് എന്ന് പറയും. എന്ത് ബാങ്ക് നിങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ അതിനെ കൊച്ചാക്കി. അതുപോലെ വാറാദ അബിൽ ഇസ്തിഖ്ഫാഫ ബിൽ അദാനി, ബാങ്കിനെ നിസാരപ്പെടുത്തിയ ഖാല മുസ്തഖിഫൻ സമിഅതു മിനൽ ഖുർആനി ബിസ് സ്വലാത്തി ബിൽ ദിക്രി. നിസ്കരിച്ചിട്ട് വയറ് നിറഞ്ഞു, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് എനിക്ക് വയറ് നിറഞ്ഞു, ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് വയറ് നിറഞ്ഞു, എനിക്കിനി ഒന്നും വേണ്ട എന്ന് പറയാം. അവലാഖാഫുൽ ഖിയാമ, അല്ലെങ്കിൽ ഖിയാമത്ത് നാളൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറയാം. ഖിയാമത്ത് നാളൊന്നും പേടിയില്ല എനിക്ക് എന്ന് പറയാം. അവയ്യു ഷൈഇന്നൽ മഹ്ശറു വ ജഹന്നം. മഹ്ശറെ കുറിച്ച് പറയുമ്പോൾ എന്ത് മഹ്ശറ, എന്ത് നരകം എന്ന് പറഞ്ഞു. അവയ്യു ഷൈഇൻ അമിൽതു വഖദ് ഇർതകബ മഅസിയത്തൻ. ഒരാളൊരു പാപം ചെയ്തു, അത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എന്ത് തെറ്റ്, ആര് പറഞ്ഞത് തെറ്റാണ്? കേട്ടോ. അവയ്യു ഷൈഇൻ അമറു ബി മജ്ലിസിൽ ഇൽമി വഖദ് ഉമിറ ബി ഹുദൂരിഹി. ഇൽമിൻ്റെ മജ്ലിസിൽ ഇരിക്കണമെന്നും അത് പഠിക്കണമെന്നും കൽപ്പനയുണ്ട്, പക്ഷെ അതിനെ നിസ്സാരവൽക്കരിക്കുക. എന്ത് വിജ്ഞാനം, പഠിച്ചിട്ടൊക്കെ എന്താ കാര്യം എന്ന് പറയാം. ഔ ലഅനത്തുല്ലാഹി അലാ കുല്ലി ആലിമിൻ. പണ്ഡിതന്മാർക്ക് മൊത്തത്തിൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദുആഇക്കുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. മാത്രമല്ല തശബ്ബഹ ബിൽ ഉലമാഇ അവിൽ വഹാദി അവിൽ മുഅല്ലിമീന അലാ അയ്ഹത്തിൻ മസ്ലിയ. ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന വായനീങ്ങളുടെ അല്ലെങ്കിൽ മുഅല്ലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ വേഷം കെട്ടിയിട്ട് നിസ്സാരവൽക്കരിക്കുക, പ്രചന വേഷം കളിക്കുക. അവരെല്ലാം ദീനിൻ്റെ ചിഹ്നങ്ങളാണല്ലോ, അതുകൊണ്ട് അതിനെ നിസ്സാരപ്പെടുത്തരുത്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താവും. ഇലക്ഷനോടനുബന്ധിച്ചൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഔ അൽഖാ ഫത്വ ആലിമിൻ, അല്ലെങ്കിൽ ഒരു ആലിമിൻ്റെ ഫത്വ ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് അങ്ങ് തോട്ട് കിട്ടാളി എന്ത് ഫത്വ എന്ന് പറഞ്ഞു. ഔ ഖാലായി ഷൈഇൻ ഹാദ ശറഉ, അല്ലെങ്കിൽ പറഞ്ഞു ഇതൊക്കെ എന്ത് മതമാണ്, ഇതൊക്കെ എന്ത് നിയമമാണ്. ഒരു നിയമം കേട്ടപ്പോൾ പറഞ്ഞു ഇതൊക്കെ എന്ത് എവിടുത്തെ നിയമമാണ് ഇതൊക്കെ എന്ന് ചോദിച്ചു. ഖസദൽ ഇസ്തിഖ്ഫാഫ, നിസ്സാരമാക്കലാണ് അയാളുടെ ഉദ്ദേശം. അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. വമൻ തമന്ന കുഫ്റൻ തുമ്മ ഇസ്ലാമൻ ഹത്താ യഅ്താ ദറാഹിമ മസലാ. എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മതത്തിൽ നിന്ന് പുറത്താവുക, അത് പിന്നെ നമുക്ക് ഇസ്ലാമിലേക്ക് വരാം. എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും കൃഷ്ണൻകുട്ടിയാണ് അല്ലെങ്കിൽ രാമൻകുട്ടിയാണെന്നൊക്കെ പറയാം, മുസ്ലിം അല്ല. എന്നിട്ട് പൈസയും ആനുകൂല്യമൊക്കെ കിട്ടിയിട്ട് പറയാം ഞാൻ ശേഷം നമുക്കാകാം, മുസ്ലിമാകാം എന്ന് വിചാരിക്കാം. വിചാരിക്കുമ്പോൾ തന്നെ ആള് ഓഫായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി. ഔ അല്ലാ യുഹർരിമ അല്ലാഹു മാ ലം യകുൻ ഹലാലൻ ഫീ സമനിൻ ഖത്തു കസ്സിനാ വദ്ദുൽമി വൽ ഖത്ൽ. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്തിനാ പടച്ചോൻ സിനയൊക്കെ ഹറാമാക്കിയത്? എന്നാൽ എത്ര പെണ്ണുങ്ങളെ നമുക്ക് പിടിക്കായിരുന്നു എന്ന് പറയാം. എന്തിനാ ഇപ്പം അല്ലാഹു തആല മോഷണമൊക്കെ ഹറാമാക്കിയത്? വല്ല കാര്യം ഉണ്ടായിരുന്നു. കള്ളുകൂടി എന്തിനാ ഇപ്പോൾ പടച്ചോൻ ഹറാമാക്കിയത് എന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുക. ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ്
നാളത്തെ ഒരു ക്ലാസ്സും കൂടി പറഞ്ഞ് ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈമാനിനെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹിദായത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ അനിഷ്ടകരമായ വല്ലതും വന്നുപോയെങ്കിൽ മഹദായ ഫള് കൊണ്ട് കാരുണ്യക്കടലായ പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, ഈ പള്ളിയുടെ ചാരത്തന്റെ വിശ്രമം കൊള്ളുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.